51% അപേക്ഷകളും യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ പ്രധാനമന്ത്രി തീർത്തങ്ങ് തള്ളിക്കളഞ്ഞതിന്റെ എല്ലാ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. അതും അനാഥരായ കുട്ടികളോടാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യത്തെ കുട്ടികൾക്കായുള്ള PM കെയർ പദ്ധതിയിലേക്ക് ലഭിച്ച 51 അപേക്ഷകളും തള്ളിയെന്നുള്ള റിപ്പോർട്ട് പുറത്ത്. കോവിഡ് കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണ് ഈ പദ്ധതി. കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുകയാണ് രാജ്യത്ത് 2021 മെയ് 21 കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസം, ആരോഗ്യ ഇൻഷുറൻസ്, സാമ്പത്തിക സഹായം തുടങ്ങിയവ 23 വയസ്സുവരെ ഈ പദ്ധതി വഴി അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് കേന്ദ്രം നൽകണം. എന്നാൽ അപേക്ഷകളെ മുച്ചൂടെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്താരോഗ്യം, എന്ത് വിദ്യാഭ്യാസം, ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കുകയേ വേണ്ട. അതിനായി ഫണ്ട് വകയിരുത്തുകയോ ചെയ്യേണ്ടതുമില്ല. എല്ലാറ്റിനു നേരെയും കണ്ണടയ്ക്കുക. ആ പദ്ധതി പ്രകാരം രാജ്യത്തെ 33 സംസ്ഥാനങ്ങളിലെ 613 ജില്ലകളിൽ നിന്നായി 9331 അപേക്ഷകളാണ് കേന്ദ്രത്തിന് ലഭിച്ചത്. എന്നാൽ 32 സംസ്ഥാനങ്ങളിലെ 558 ജില്ലകളിൽ നിന്നുള്ള 4532 അപേക്ഷകൾ മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചത്. 4781 അപേക്ഷകൾ കേന്ദ്രം തള്ളി. 18 അപേക്ഷകൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുമാണ്. കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയമാണ് ഇതിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ അപേക്ഷകൾ നിരാകരിക്കാൻ വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നില്ല. അതാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അനാഥരായ കുട്ടികളോട് എന്തിനാണ് ഈ ക്രൂരത കാണിച്ച് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതും അവർ ചോദിക്കുന്നതും. നിയമാനുസൃതമുള്ള രക്ഷിതാവിനെയോ വളർത്തുന്ന രക്ഷിതാക്കളെയോ യഥാർത്ഥ മാതാപിതാക്കളെയോ 2020 മാർച്ച് 11 2023 മെയ് 5 ഇടയിൽ നഷ്ടമായവർക്ക് വേണ്ടിയുള്ളതായിരുന്നു പരാതി. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ അപേക്ഷകൾ എത്തിയത്. യഥാക്രമം 1553, 1511, 1007 അപേക്ഷകളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. എന്നാൽ മഹാരാഷ്ട്രയിൽ 855 അപേക്ഷകളും രാജസ്ഥാനിലെ 210 അപേക്ഷകളും ഉത്തർപ്രദേശിലെ 467 അപേക്ഷകളുമാണ് കേന്ദ്രം അംഗീകരിച്ചത്. അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് തുടർ സംരക്ഷണവും പരിചരണവും ഉറപ്പാക്കുന്നതാണ് ഈ നയം.